ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ചുരിദാർ മോഡൽ നൈറ്റിക്കൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൈറ്റിയുടെ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. 3 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിൻ്റെ ഭാഗത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലെ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റിക്ക് ചേരുന്ന കളർ ഫാബ്രിക് എടുത്താലും മതിയാവും. പിന്നെ നെക്കിൻ്റെ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്ന ലേസ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ലേസ് നമ്മൾ നോർമലി നൈറ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന ലേസാണ്. അപ്പോൾ ഇതും കൂടി എടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ നോക്കാം. ഇവിടെ ഞാൻ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ 7 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൽ കാണിച്ചേക്കുന്ന അതേ മെഷർമെൻറ്റിലാണ് ഈ നൈറ്റി കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ഒന്നും തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അതേപോലെ സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫാബ്രിക് കളയല്ലേ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന നൈറ്റിയുടെ ഫുൾ ഷോൾഡർ 8 ഇഞ്ചസ് ആണ്. ഇനി നമുക്ക് ആദ്യം തന്നെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ചസ് ആണ്. 3 മുതൽ 3.5 ഇഞ്ചസ് വരെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്ക് ഡെപ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ മുകളിൽ നമുക്ക് 4 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 6.5 ഇഞ്ചസ് നെക്ക് ഡെപ്ത്തായിട്ട് മാർക്ക് ചെയ്തു. ഇനി മുകളിൽ മാർക്ക് ചെയ്തേക്കുന്ന 3.5 ഇഞ്ച് തന്നെ ഈ ഒരു ഭാഗത്തും കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരച്ചെടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം താഴേന്ന് മുകളിലോട്ട് 1 ഇഞ്ച് എടുത്ത് ഇതേപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ പോയിന്റ് ഇങ്ങേ എഡ്ജുമായിട്ടൊന്ന് ചേർത്ത് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാമെന്നാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. വി ടൈപ്പ് മതിയെങ്കിൽ വി നെക്ക് മാർക്ക് ചെയ്താലും മതിയാവും. അപ്പോൾ ഈ മാർക്ക് ചെയ്ത ഈ ഒരു നെക്കിൻ്റെ ഈ താഴ്ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന വൈറ്റ് കളറിലെ ഫാബ്രിക് വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിൻ്റെ ചുറ്റിനുമായിട്ട് കൊടുക്കാം. അന്നേരം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി എത്ര വീതിക്കാണോ വൈറ്റ് കളറിലെ ക്ലോത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് വൈറ്റ് കളറിലെ ക്ലോത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു പോയിന്റിൽ നിന്ന് ചരിച്ച് നമുക്ക് ഒരു മാർക്കിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 3.5 ഇഞ്ച് വിഡ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ ടേപ്പ് വയ്ക്കുമ്പോൾ ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു എഡ്ജുമായിട്ട് വേണം ടേപ്പിൻ്റെ ആ ഒരു സൈഡ് ചേർത്ത് വയ്ക്കാൻ. വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ടേപ്പ് ഇങ്ങോട്ട് മാറി വരുമ്പോൾ ആ ഒരു ഷേപ്പൊന്നും കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് ടേപ്പ് ഇതേപോലെ ചരിച്ച് വെച്ചതിന് ശേഷം 3.5 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തു. അതേപോലെ ഈ ഒരു ഫോൾഡ് ഭാഗത്തും കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ സെൻറ്റർ ഭാഗത്തും കൂടി ആ 3.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് ചേർത്ത് വരയ്ക്കാം. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഫാബ്രിക് മാറ്റിയിട്ട് നമുക്ക് അതിന് പകരം വൈറ്റ് കളറിലെ ക്ലോത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു ലൈനിന് സീം അലവൻസും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ സീം അലവൻസ് 1/2 ഇഞ്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൈറ്റ് ക്ലോത്ത് വെച്ച് ജോയിൻ ചെയ്യാൻ നേരം കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ചുറ്റും 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ നേരം ഈ ഉള്ളിലുള്ള പീസ് കളയല്ല കേട്ടോ. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് മാർക്ക് ചെയ്തേക്കുന്ന ലൈനിൽ കൂടി ഇത് കറക്റ്റായിട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു പീസ് അങ്ങ് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ നെക്കിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ കട്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് സീം അലവൻസ് ഒന്നും വേണ്ട. നമുക്ക് വൈറ്റ് കളറിലെ ഫാബ്രിക്കിൽ വെക്കുമ്പോൾ സീം അലവൻസ് ഇട്ട് മാറിക്കാം. അപ്പോൾ ഇതേപോലെ ആ നെക്കിൻ്റെ എഡ്ജിൽ കൂടെ കട്ട് ചെയ്തു. ഈ പീസ് കളയണ്ട. ഇത് നമുക്ക് പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പീസ് വൈറ്റ് കളറിലെ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാനിതൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് കിട്ടുക. ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ആ ഒരു വൈറ്റ് കളറിലെ ഫാബ്രിക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലെ ക്ലോത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നൈറ്റിക്ക് ചേരുന്ന ഏതെങ്കിലും കളർ ഫാബ്രിക് എടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാനുള്ള പീസും കൂടി കട്ട് ചെയ്ത് എടുക്കാം.
അപ്പം ഞാനിവിടെ വൈറ്റ് കളറിലെ ക്ലോത്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത പീസ് ഈ പീസിൽ നിന്ന് കട്ട് ചെയ്യണം. 2 ലെയറാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒരു ലെയർ ഇതിൽ നിന്നും ഒരു ലെയർ ലൈനിങ് ഫാബ്രിക്കിൽ നിന്നാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടി ദാ ഈ ഒരു ഫാബ്രിക്കിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ കുറച്ച് വീതിക്ക് വേണേൽ ഫോൾഡ് ചെയ്തിടാൻ. ഫോൾഡ് ചെയ്തിടുമ്പോൾ ഫോൾഡ് ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാൻ. ദാ ഇതിൻ്റെ ഈ ഒരു ഫോൾഡ് ഭാഗത്തേക്ക് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസിൻ്റെ ഫോൾഡ് ഭാഗം സെൻറ്ററിലെ ആ ഒരു ഭാഗം ഇതേപോലെ ചേർത്ത് വയ്ക്കണം. വയ്ക്കുമ്പോൾ എല്ലാ സൈഡിലും ഇതേപോലെ കുറച്ച് എക്സ്ട്രാ ഫാബ്രിക് വേണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 3 സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ 1/2 ഇഞ്ചാണ് കൊടുത്തത്. അതേപോലെ ഈ ഒരു സൈഡിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതേപോലെ കട്ട് ചെയ്തു. ഇനി ആ ഒരു പീസ് വേണ്ട. ഇപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഇതേ ഷേപ്പിൽ തന്നെ ഒരു ലെയറും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് വൈറ്റ് കളറിലെ ലൈനിങ് ഫാബ്രിക്കിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തത്. ഇതേപോലെ 2 പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നെക്കൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തത്. ഇനി നമുക്ക് നെക്കിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നെക്കിൻ്റെ എഡ്ജ് നമുക്ക് ലേസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേസ് എടുക്കാം. ലേസിൻ്റെ നല്ല വശം നൈറ്റി തുണിയുടെ നല്ല വശമായിട്ട് ചേർത്ത് വയ്ക്കാം. നല്ല വശവും കൂടി ഇതേപോലെ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതായത് ഓരോ പോയിൻ്റ് എത്തുമ്പോഴും സൂചി കുത്തി നിർത്തിയിട്ട് കറക്റ്റായിട്ട് ചരിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിൻ്റെ എഡ്ജിലേക്ക് ഈ ഒരു ലേസ് മാത്രം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അന്നേരം നല്ല വശത്ത് നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. പക്ഷേ ഇതിൻ്റെ റോങ് സൈഡ് ഉണ്ടല്ലോ, അടിഭാഗത്ത് ആ ഒരു ലേസിൻ്റെ എഡ്ജ് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കും. അതേപോലെ ആ നെക്കിൻ്റെ എഡ്ജിൽ നിന്ന് നൂലൊക്കെ പെട്ടെന്ന് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എഡ്ജിൽ ഒരു ക്രോസ് പീസും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ടുള്ള രീതി അതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ നെക്കിൻ്റെ എഡ്ജിൽ ലേസ് വെച്ച് കൊടുത്തിട്ട് ക്രോസ് പീസും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1.25 ഇഞ്ച് വീതിക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്തെടുത്തേക്കുവാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ലേസിൻ്റെ നല്ല വശം നൈറ്റി ഫാബ്രിക്കിൻ്റെ നല്ല വശമായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ലേസിൻ്റെ എഡ്ജിലാണല്ലോ ആ ഒരു ഡിസൈൻ, അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരാതെ വേണം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പിന്നെ ഈ ലേസ് ഒരുപാട് പിടിച്ച് വലിച്ച് സ്റ്റിച്ച് ചെയ്യല്ലേ, അങ്ങനെയാണെങ്കിൽ ആ ത്രെഡ് പെട്ടെന്ന് അങ്ങ് വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ പോയിൻ്റ് എത്തുമ്പോഴും ഇതേപോലെ സൂചി കുത്തി നിർത്തിയിട്ട് കറക്റ്റായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ. അപ്പോൾ നമ്മൾ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിടുമ്പോൾ നല്ല വശത്ത് ഇത്രയും ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ റോങ് സൈഡിൽ ഇതേപോലാണ് ഇരിക്കുന്നത്. അപ്പോൾ നൈറ്റിയൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല. അപ്പം കുറച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ പെട്ടെന്ന് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എഡ്ജിൽ ക്രോസ് പീസും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ എഡ്ജിലേക്ക് ക്രോസ് പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ക്രോസ് പീസിൻ്റെ തുണിയെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ട് ഒരു സൈഡ് മാത്രം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം നെക്കിൻ്റെ എഡ്ജിലേക്ക് വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പോയിൻ്റ് എത്തുമ്പോഴും സൂചി കുത്തി നിർത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത ആ ലേസിൻ്റെ എഡ്ജിൽ അങ്ങാണം സ്റ്റിച്ച് കയറി വന്നിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അഴിച്ചിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കറക്റ്റ് ആക്കിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിനി ഓരോ എഡ്ജിലും ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചിടുമ്പോൾ ആ കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ത്രെഡ് കട്ടാകാതെ വേണേ ഓരോ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തയ്യൽ തുമ്പ് വലതുവശത്തോട്ട് വെച്ചിട്ട് ഈ ക്രോസ് പീസിൻ്റെ എഡ്ജ് കോഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടും. എന്നിട്ട് തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങോടെ തന്നെ നമുക്ക് നെക്കിൻ്റെ എഡ്ജ് കിട്ടും. അപ്പോൾ ഇതേപോലെ തയ്യൽ തുമ്പ് വലതുവശത്തോട്ട് വെച്ചിട്ട് ആ ലേസിൻ്റെ മുകളിലൊന്ന് സ്റ്റിച്ച് വരല്ലേ, ആ ഒരു ക്രോസ് പീസിൻ്റെ എഡ്ജ് കോഡ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ നെക്കിൻ്റെ എഡ്ജിൽ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വശത്ത് ദാ ഇതേപോലെയാണ് വരുന്നത്. ഇതിൻ്റെ റോങ് സൈഡ് നോക്കിയാൽ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ലേസിൻ്റെ എഡ്ജും അതേപോലെ തയ്യൽ തുമ്പും എല്ലാം ദാ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഇടയ്ക്കായിട്ടാണ് വരുന്നത്. അപ്പം രണ്ട് സൈഡ് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ കിട്ടും. പിന്നെ നമ്മളിതാ ഈ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച ഈ ഒരു പീസ് ഇങ്ങനെ പുറത്തോട്ട് പൊങ്ങിയൊന്നും വരത്തില്ല. നമ്മൾ ലാസ്റ്റ് ആ സെൻറ്റർ ഭാഗത്ത് വെക്കാനുള്ള പീസും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ 2 ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്യും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള ഫാബ്രിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വൈറ്റ് കളറിലെ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ഇതേപോലെ വയ്ക്കാം. ഇനി ഇതിൻ്റെ എഡ്ജ് നമുക്ക് ഫിനിഷ് ചെയ്യണം. അപ്പം ദാ ഈ ഒരു ഭാഗത്ത് നമ്മൾ ലേസ് വെച്ച് കൊടുത്തതുകൊണ്ട് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ലേസ് തന്നെയാണ് വെക്കുന്നത്. നിങ്ങൾ പൈപ്പിംഗ് ആണ് ചെയ്തെങ്കിൽ പൈപ്പിംഗ് ചെയ്തെടുത്താൽ മതിയാവും. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ലേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ഈ തുണിയുടെ നല്ല വശവുമായിട്ട് ചേർത്ത് വയ്ക്കാം. രണ്ടിൻ്റെയും നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കാം. മുകളിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ. എന്നിട്ട് 4 ഇഞ്ച് വീതിക്ക് ഈ ഒരു സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അടുത്ത ലെയർ, ഞാനിവിടെ ലൈനിങ് ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്, അടുത്ത ലെയർ ഇതേപോലെ വെച്ചിട്ട് വീണ്ടും 4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അന്നേരം ആ നെക്കിൻ്റെ എഡ്ജ് ഫിനിഷായി കിട്ടും. ബാക്കി സൈഡൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ. അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നെക്കിൻ്റെ എഡ്ജിലേക്ക് ആ ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലെ ഫാബ്രിക്ക് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ നെക്കിൻ്റെ എഡ്ജിലേക്ക് ലേസിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വയ്ക്കാം. ചേർത്ത് വെച്ചതിന് ശേഷം 4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ലേസിൻ്റെ ഡിസൈനിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരല്ലേ. അപ്പോൾ അതായത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലൈനിങ് പീസ് വെച്ച് വീണ്ടും ആ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്തപ്പോൾ വന്ന സ്റ്റിച്ച് ലൈൻ്റെ മുകളിൽ കൂടി തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തയ്യൽ തുമ്പ് വലതുവശത്തോട്ട് വെച്ചിട്ട് ആ ലൈനിങ് പീസിൻ്റെ എഡ്ജിൽ കൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഉള്ളിലുള്ള ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ അത് ചുരുണ്ടു പോകാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു നെക്കിൻ്റെ എഡ്ജ് കിട്ടും. കണ്ടോ, ആ ഒരു ലേസിൻ്റെ ആ ഒരു എഡ്ജ് മാത്രമേ നമുക്ക് പുറത്തോട്ട് കാണുകയുള്ളൂ. എന്നിട്ട് ഇതൊന്ന് കറക്റ്റാക്കി വെച്ചിട്ട് മുകളിൽ കൂടി നമുക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ ഒരു ലേസിൻ്റെ താഴ്ഭാഗത്തോടൊന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എഡ്ജിൽ കൂടെ ഒന്ന് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് വെക്കാനുള്ള പീസ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ലേസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ കളർഫുള്ളായിട്ടുള്ള ലേസൊക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഫ്ലവേഴ്സും കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേസി ഡേസി ഫ്ലവേഴ്സ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു തുണിക്കകത്തുള്ള ആ ഡിസൈൻ്റെ മുകളിലേക്ക് തന്നെ ഇതേപോലെ ഓരോ ഫ്ലവേഴ്സും വെച്ച് കൊടുക്കുവാണ്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് വെക്കുമ്പോൾ ഈ ലാസ്റ്റത്തെ 2 വരി ഉണ്ടല്ലോ അവിടെ വെക്കുന്നില്ല. കാരണം ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് വെക്കുക. അതേപോലെ താഴ്ഭാഗത്തേക്കും ഒരുപാട് ചേർത്ത് വെക്കേണ്ട. അന്നേരം നമ്മൾ ആ ജോയിൻ ചെയ്യുമ്പോൾ ആ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരും. അപ്പോൾ അതൊന്ന് കറക്റ്റ് ലെവലാക്കി വെക്കുക. പിന്നെ ഞാൻ ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതേപോലെ വൈറ്റ് കളറിൽ പേൾസും കൂടി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധാ സൂചിയും നൂലും വെച്ചിട്ട് ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ഭാഗത്തും കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ വൈറ്റ് കളറിലെ പീസ് ഈ ഭാഗത്തേക്ക് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഈ വൈറ്റ് കളറിലെ ഫാബ്രിക്ക് ഇതിൻ്റെ അടിയിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ പിൻ ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. നമുക്ക് 2 സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലെ ക്ലോത്ത് കുറച്ച് വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ 2 എഡ്ജുകൾ ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. അപ്പം ബിഗിനേഴ്സ് ഒന്ന് പിൻ ചെയ്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ പിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ മുകളിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഞാനിപ്പോൾ ആദ്യം ഇത് 2ഉം കൂടി ഈ ഒരു ഭാഗം മുതൽ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ഓവർലാപ്പ് ചെയ്ത് വെച്ചു. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ആ നൈറ്റി തുണിയുടെ മുകളിലല്ല കേട്ടോ, ആ ഒരു ലേസിൻ്റെ
എഡ്ജി കോഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തയ്യൽ പുറത്ത് അങ്ങനെ അധികം കാണത്തില്ല. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ലേസിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനൊക്കെ പെട്ടെന്ന് പന്നലായി പോവും. പിന്നെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പിൻ ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് ധൃതി പിടിച്ചെടുത്തതാണ്, നാട്ടിലോട്ട് വരുന്നുണ്ടായിരുന്നു, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഈ ഭാഗമൊന്നും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആകുന്നത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുത്തത്, അത്രയും തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗവും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത് സ്ലീവും പിടിപ്പിച്ച് സൈഡും ഒക്കെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നൈറ്റി റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ നൈറ്റ് ഇതാ ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള നൈറ്റി തുണിയിൽ ചെയ്യുന്നതാണ് ഒന്നുകൂടെ ഭംഗി. അന്നേരം ഈ വൈറ്റിൻ്റെ അകത്ത് ഈ ഒരു പൂക്കളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീറ്റഡ് നൈറ്റിക്കകത്തും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതേപോലെ ലേസ് ഇല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.